യഹോവയായ ദൈവം നമുക്ക് തരുന്ന ഒരു വാഗ്ദത്തം ഇപ്രകാരമാണ്. ഇന്ന് നമുക്ക് നിത്യമായ സഹായത്തിനായി ഈ ലോകത്തിൽ ആരും തന്നെ ഇല്ല. മാറ്റമില്ലാത്ത ഒരുവൻ മാത്രമേ നമുക്കുള്ളൂ, സാക്ഷാൽ ദൈവം. ഈ ലോകത്തിൽ വളരെ ദുഷ്കരമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. ജീവിതം വലിയ ഭയപ്പാടുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്രതീക്ഷിത സംഭവങ്ങൾ ജീവിതത്തെ ആടി ഉലയ്ക്കുന്നു. പലപ്പോഴും ഈ ലോകത്തിൽ നാം ശക്തിയില്ലാത്തവരായി മാറുന്നു. അനേകം ദുഃഖങ്ങളും വ്യാധികളും മനുഷ്യന്റെ മനസ്സിനെ തകർക്കുന്നു. എന്നാൽ ദൈവം നമ്മോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തീകരിക്കുകയും താങ്ങുകയും ചെയ്യുമെന്ന്. ബാബേൽ പ്രവാസത്തിൽ കൂടി ഇസ്രായേൽ ജനം കടന്നുപോയ കാലഘട്ടം കണ്ണുനീരിന്റെ കാലഘട്ടമായിരുന്നു. അവർക്ക് ലഭിച്ചിരുന്ന സകല ശക്തിയും അവരിൽ നിന്നും ചോർന്നുപോയി. എന്തുകൊണ്ട് ഇസ്രായേലിന്റെ ശക്തി ചോർന്നുപോയി? എന്തുകൊണ്ട് അവർ ബാബേൽ പ്രവാസത്തിൽ കഴിയേണ്ടി വന്നു? അവർ സാക്ഷാൽ ദൈവത്തെ മറന്നു. അവർ പാപം ചെയ്തു. അപ്പോൾ സർവശക്തിയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം അവരിൽ നിന്നും മറഞ്ഞു. ഇസ്രായേൽ എരിഹോ കോട്ട പിടിച്ചടക്കുവാൻ യോശുവായുടെ മുൻപിൽ സാഷ്ടാംഗം വീണു. യഹോവയുടെ ശക്തി വ്യാപരിച്ചു. എരിഹോ കോട്ട വീഴുകയും ചെയ്തു. എന്നാൽ ചെറിയ പട്ടണമായ ഹായ് പിടിച്ചടക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യോശുവ വീണ്ടും യഹോവയുടെ സന്നിധിയിൽ സാഷ്ടാംഗം വീണു. ഹായ് പട്ടണം പിടിച്ചടക്കാൻ കഴിയാത്തതിന്റെ കാരണം യഹോവ പറഞ്ഞത് ഇപ്രകാരമാണ്: ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു. അവർ മോഷ്ടിച്ചു മറവ് ചെയ്തു. തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. യോശുവ 7:11. ദൈവ സാന്നിധ്യം നമ്മിൽ നിന്നും മാറിപ്പോകുന്നതിനുള്ള ഒരു കാരണം നമ്മുടെ പാപമാണ്. ദൈവ സാന്നിധ്യം നമ്മിൽ നിന്നും മാറിപ്പോയാൽ നാം അശക്തരാകും. ഒരു മനുഷ്യൻ അവനിൽ തന്നെ ശക്തിയുള്ളവനല്ല, ദൈവമാണ് ശക്തി തരുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ വച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു ശിംശോൻ. ദൈവത്തിന്റെ ആത്മാവ് അവനിൽ പരിവർത്തിച്ചപ്പോൾ ബാലസിംഹത്തെ കൈകൊണ്ട് കീറിക്കളയുവാൻ അവന് കഴിഞ്ഞു. മാത്രമല്ല, ഒരു കഴുതയുടെ താടിയെല്ല് കൊണ്ട് 3000 പേരെ അടിച്ചു കൊല്ലുവാൻ കഴിഞ്ഞു. ഇങ്ങനെ എത്രമാത്രം ശക്തി തെളിയിച്ചവനായിരുന്നു ശിംശോൻ. എന്നാൽ ദൈവം തന്ന ദൗത്യം മറന്ന് ദലീല എന്ന മദിരാക്ഷിയിലേക്കും മദ്യത്തിലേക്കും മയങ്ങി വീണ് തന്നിലെ ശക്തിയെ ശിംശോൻ ചോർത്തിക്കളഞ്ഞു. ഫലമോ, അവൻ അവരുടെ കരങ്ങളിലെ പാവയായി മാറി. അവന്റെ 2 കണ്ണും അവർ കുത്തിപ്പൊട്ടിച്ച് അവരുടെ ക്ഷേത്രത്തിൽ 2 തൂണിൽ അവനെ ബന്ധിച്ചു. അവനെ അവർ നിന്ദിച്ചപ്പോൾ അവന്റെ ഉള്ളം ദൈവത്തിലേക്ക് തിരിഞ്ഞു. അവന്റെ യാചന പ്രകാരം ഒരിക്കൽ കൂടി ദൈവീയ ശക്തി അവനിൽ പകരപ്പെട്ടു. ആ ദൈവീയ ശക്തിയാൽ ആ ക്ഷേത്രം വീഴ്ത്തുവാൻ അവന് കഴിഞ്ഞു. അനേകം ആളുകളെ ശിംശോൻ കൊല്ലുകയും ചെയ്തു. വേദപുസ്തകത്തിൽ പാപം ചെയ്ത് ദൈവീയ ശക്തിയെ ചോർത്തിക്കളഞ്ഞ അനേകരെ കാണുവാൻ കഴിയുന്നുണ്ട്. ശലോമോൻ ഈ ഗണത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ദൈവീക കൽപ്പനയെ ധിക്കരിച്ച് വിജാതീയരിൽ നിന്നും ഭാര്യമാരെ എടുക്കുകയും ഭാര്യമാരെ പ്രീതിപ്പെടുത്തുവാൻ അന്യദേവന്മാരെ ആരാധിക്കുകയും പൂജാഗിരി പണിയുകയും ചെയ്തു. യഹോവയുടെ കോപം ശലോമോനിൽ ഇറങ്ങുവാൻ അത് കാരണമാകുകയും ചെയ്തു. ജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്നതിന്റെ കാരണം നാം ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നത് കൊണ്ടാണ്. നമ്മുടെ പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റും. പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ പാപങ്ങൾ ഏറ്റുപറയണം. പാപഭംഗിലമായ ഹൃദയത്തിൽ ദൈവത്തിന് വസിക്കുവാൻ കഴിയുകയില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ എത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. യെശയ്യാവ് 59
1ഉം 2ഉം വാക്യങ്ങൾ. ജീവിതത്തിൽ തളർന്നും ക്ഷീണിച്ചും പോകേണ്ട. യഹോവ നമ്മെ സഹായിക്കുന്നവൻ, നമ്മെ ശക്തീകരിക്കുന്നവൻ. നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങളെ തിരുരക്തത്താൽ കഴുകാം. യേശു വസിക്കുവാൻ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാം. പരിപൂർണമായ ശക്തിയുള്ളവൻ നമ്മിൽ വസിച്ചാൽ നാം സകലത്തിനും ശക്തിയുള്ളവരായി മാറും. കാരണം കർത്താവ് എന്നും നമ്മോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:10. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com